Dear students, welcome back to my YouTube channel. ഇത് സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എൻ്റെ 8ാമത്തെ വീഡിയോ ആണ്. പ്രീവിയസ് വീഡിയോ വാച്ച് ചെയ്യുവാൻ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PG സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ്. ഫസ്റ്റ്, പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്ന അതേപോലെ ഡിഗ്രി തലത്തിൽ ലഭിച്ചിട്ടുള്ള 2 സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്ന് ഇൻസ്പയർ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ SHE. ഇത് ഡിഗ്രി തലത്തിൽ അപ്ലൈ ചെയ്യുമ്പം സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് PG തലത്തിലേക്ക് വരുമ്പം റിന്യൂവൽ ഓപ്ഷൻ ആണുള്ളത്. ഇത് ഫ്രഷ് ആയിട്ട് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രിക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് റിന്യൂ ചെയ്യാം. രണ്ടാമത്തെ സ്കോളർഷിപ്പ് പ്രതിഭ. ഇതും റിന്യൂവൽ മാത്രമാണ്, ഫ്രഷ് അപ്ലിക്കേഷനിൽ ഓപ്ഷൻ ഇല്ല. ഇൻസ്പയർ PGക്ക് പഠിക്കുമ്പോഴും എമൗണ്ട് വാല്യൂ സെയിം ആണ്. ഡിഗ്രിക്ക് ലഭിക്കുന്ന അതേ എമൗണ്ട് ആണ്, 60,000 പെർ ഇയർ. ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് പേഴ്സണലായി എടുക്കാം. അതേപോലെ 20,000 സമ്മർ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ 20,000 അത് അവൈൽ ചെയ്യാവുന്നതാണ്. ഈ സ്കോളർഷിപ്പ് 5 ഇയേഴ്സിനാണ്. ഡിഗ്രി തലത്തിലും PGക്കും ഒരുമിച്ചുള്ള സ്കോളർഷിപ്പാണ്. ഇനി ഈ റിന്യൂവൽ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനം? അക്കാദമിക് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് online.inspire.gov.in ഇതിൽ ലോഗിൻ ചെയ്ത് റിന്യൂ ചെയ്യാവുന്നതാണ്. രണ്ടാമത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി നൽകുന്ന പ്രതിഭ. ഇത് അവാർഡ് ചെയ്ത സ്റ്റുഡൻസിന് ഡിഗ്രി തലത്തിൽ ഫസ്റ്റ് ഇയറിന് അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ PGക്ക് പഠിക്കുമ്പോൾ they can also apply for renewal, and those who have availed Pratibha for 3 years of UG course and qualified a degree with a minimum 75% of mark are eligible to continue the scholarship for postgraduate course also. അപ്പോൾ ഇതിന്റെ വെബ്സൈറ്റ് cste.kerala.gov.in. അപ്പൊ ഇതിന്റെ എമൗണ്ട് PG തലത്തിൽ 40,000 ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിന് 60,000 ആണ്. ഇനി സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് PG സ്റ്റുഡൻസിനുള്ളത്? ഒന്ന് പോസ്റ്റ് മെട്രിക്. ഇത് ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തേത് സെൻട്രൽ സെക്ടർ. പ്ലീസ് റിമെമ്പർ, ഇത് റിന്യൂവൽ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് PG ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. ഇതും ഫ്രഷ് ആണ്. നാലാമത്തേത് PG സ്കോളർഷിപ്പ് ഫോർ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ്. ഇതും ഫ്രഷ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ സെൻട്രൽ സെക്ടർ ഒഴികെ എല്ലാം ഫ്രഷ് ആയിട്ട് PGക്ക് പഠിക്കുമ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് പോസ്റ്റ് മെട്രിക്. പോസ്റ്റ് മെട്രിക്കിന്റെ വെബ്സൈറ്റ് scholarships.gov.in. ഇതിൽ ന്യൂ യൂസറിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു ഡെമോ എൻ്റെ പ്രീവിയസ് വീഡിയോയിലുണ്ട്, അത് വാച്ച് ചെയ്യാം. ഇനി മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാസ് ഈ വിഭാഗത്തിലെ ആളുകൾക്കാണ് മൈനോറിറ്റി വെൽഫെയർ നൽകുന്ന പോസ്റ്റ് മെട്രിക്. അതുപോലെ ഇത് 50% മാർക്ക് പ്രീവിയസ് ഇയർ കോഴ്സിന് UG ആണെങ്കിൽ 50% ഉണ്ടായിരിക്കണം. ആനുവൽ ഇൻകം ഷുഡ് ബി ലെസ് ദൻ 2 lakh. അതേപോലെ ഇത് ഗവൺമെന്റ് എയ്ഡഡ്, അതേപോലെ റെക്കഗ്നൈസ്ഡ് അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 30% is reserved for girls. ഈ വെബ്സൈറ്റിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഒരു സ്റ്റുഡന്റിന് എലിജിബിൾ എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന, എക്സെപ്റ്റ് സം അതർ കേസസ്. അപ്പോ ഒരു പോസ്റ്റ് മെട്രിക് SC ST OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ ഈ ഒരു കാര്യം, അപ്ലിക്കൻസ് ആർ അഡ്വൈസ്ഡ് ടു ലിങ്ക് ദ ബാങ്ക് അക്കൗണ്ട് വിത്ത് ആധാർ for faster disbursement of your amount. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് December 30th ആണ്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് റിന്യൂവൽ, അതും അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 30th of this month, December. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷനും സെയിം വെബ്സൈറ്റിലാണ്. ഓക്കെ. അതേപോലെ സ്കോളർഷിപ്പ് ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന
കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ് അതേപോലെ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ദെൻ പേഴ്സണൽ ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ഇത് ഇമ്പോർട്ടന്റ് ആണ്, അത് മാത്രം നൽകുക. SMS നൽകുമ്പോൾ ഇന്റിമേഷൻ അതിലാണ് വരിക. പിന്നെ ഓരോ പ്രാവശ്യം റിന്യൂ ചെയ്യാം. എമൗണ്ട് PG തലത്തിൽ 20,000 ഉണ്ട്. അതേപോലെ സെൻട്രൽ സെക്ടർ 50% റിസർവ്ഡ് ആണ് ഫോർ ഗേൾസ്, അവാർഡഡ് ഫോർ 5 years. Next one of the important scholarship, PG scholarship for single girl child. ഇത് UGC സ്കീം ആണ്. ഇത് പോസ്റ്റ് ഗ്രാജുവേഷനിൽ പഠിക്കുന്ന സിംഗിൾ ഗേൾ ചൈൽഡിന് അപ്ലൈ ചെയ്യാവുന്ന സ്കോളർഷിപ്പ് ആണ്. സിംഗിൾ ഗേൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഗേൾ സ്റ്റുഡന്റ് വിതൗട്ട് ഹാവിംഗ് എനി ബ്രദർ or girl student who are twin daughters admitted in the first year PG course in university or colleges can apply for. They should take admission in regular full-time first year master degree course in designated university or a postgraduate college. And distance education is not covered in this mod. Then amount ഞാൻ പറഞ്ഞതുപോലെ 36,200 per annum and this is awarded for 2 years. Online application last date 30th ആണ്. Same website ആണ്. 3,000 fresh scholarship സാധാരണ നൽകാറുണ്ട്. Awardees can avail other scholarship, that is the one attraction during the tenure. Age 13 മേലാകാൻ പാടില്ല. Next one, PG scholarship for university rank holders is also UGC scheme. And this is to promote and nurture talents and reward meritorious students. ഇത് 2 years to enable rank holders of each university at UG to pursue their master's degree. And universities or degree awarding institution would be required to issue rank certificate to the toppers of university in BA, BSc and BCom course. First and second rank holders apply ചെയ്യാം. Should secure minimum 60 mark. Online application last date 30th of December ആണ്. ഇത് 10 അല്ല 12th ആണ്. December. Website same website. Students taken admission regular full-time master's degree in recognized university, deemed university or private university or autonomous college or postgraduate college. ഇതാണ് ഇതിന്റെ eligibility എന്ന് പറയുന്നത്. പിന്നെ റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് അറ്റ്ലീസ്റ്റ് 100 സ്റ്റുഡൻസ് ഉണ്ടാകണം എക്സാമിനേഷനിൽ. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ, ഇനി ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓർ ഓട്ടോണമസ് കോളേജസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 25 സ്റ്റുഡൻസിൽ നിന്ന് റാങ്ക് കിട്ടിയവർക്കായിരിക്കണം. എപ്പോഴും ആധാർ സീഡിങ് എപ്പോഴും നല്ലതാണ്. കാരണം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ DBT മോഡ് ട്രാൻസ്ഫർ ആണ്, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പ് ഇതിന് 3,100 പെർ മന്ത് ഫോർ 2 years. ഇതിന്റെയും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് can accept other scholarship. മൾട്ടിപ്പിൾ സ്കോളർഷിപ്പ് പോസിബിൾ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പുകളാണ് സുവർണ ജൂബിലി മെറിറ്റ്, ആസ്പയർ, ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ്, മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് ആൻഡ് PGIMS സ്കോളർഷിപ്പ്. ഇതൊക്കെ PG സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. ഇതിൽ റിന്യൂ ചെയ്യേണ്ടത് ഡിഗ്രി തലത്തിൽ കിട്ടിയത് ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയവർക്ക് മാത്രമേ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് റിന്യൂവൽ ആയി ചെയ്യാൻ പറ്റൂ. ബാക്കിയൊക്കെ ഫ്രഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കോളർഷിപ്പുകളാണ്. ഡിസീസ് സ്കോളർഷിപ്പുകളിലാണ് മിക്ക സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ടാകുന്നത്. അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ എന്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് സുവർണ ജൂബിലി ഡിസീസ് സ്കോളർഷിപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. സാധാരണ PG ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ഗവൺമെന്റ് അഫിലിയേറ്റഡ് ആർട്സ് ആൻഡ് സയൻസസ് കോളേജ് ഇൻ സ്റ്റേറ്റ്. പിന്നെ BPL കാൻഡിഡേറ്റ്സിനാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിനെ അപ്ലൈ ചെയ്യുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് IFSC കോഡില് നാഷണലൈസ്ഡ് ബാങ്കിൽ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഇറ്റ് ഈസ് റിസർവ്ഡ് ലൈക്ക് ദിസ് ആസ് ഷോൺ ഹിയർ. ദെൻ ഇതിന്റെ എമൗണ്ട് PG തലത്തിൽ 10,000 ആണ്, ഡിഗ്രി തലത്തിലുള്ളത് പോലെ തന്നെ. അപ്പോൾ PG റിമെമ്പർ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം. BPL കാൻഡിഡേറ്റ്സിനാണ്. മിനിമം 50% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
അടുത്തത് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ഹോം പേജിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്. എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് എന്റെ പ്രീവിയസ് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിൽ തന്നെയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് PJMS. അതുപോലെ PJMS സ്കോളർഷിപ്പ് സാധാരണ ഫുൾ A++2 തലത്തിലും SSLC തലത്തിലും കിട്ടിയവർക്കും അതേപോലെ ഡിഗ്രി തലത്തിലും ഹൈ മാർക്ക് കിട്ടിയ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ വിളിച്ചിട്ടില്ല, വിളിക്കുമ്പോൾ അപ്ലൈ ചെയ്യാം. സാധാരണ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാസി കമ്മ്യൂണിറ്റിക്കാണ് ഇത് കിട്ടുക. Selection is based on merit and income. Limit should be less than 8 lakh. Preference will be given for BPL candidates. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടില്ല. ഇത് +2ൻ്റെതാണ് ഈ ലാസ്റ്റ് ഡേറ്റ്. ഡിഗ്രി തലത്തിൽ ഇപ്പൊ ഓപ്പൺ അല്ല, ആപ്ലിക്കേഷൻ ഓപ്പൺ അല്ല. അപ്പൊ ആ സമയത്ത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിന്റെ ശേഷം ഫോളോയിങ് ഡോക്യുമെന്റ്സ് ആ സമയത്ത് റിക്വസ്റ്റ് ചെയ്യും. ആ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എവിടെയാണോ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പിന്നെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. December 18th ആണ് ലാസ്റ്റ് ഡേറ്റ്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാസി വിഭാഗങ്ങൾക്കാണ്. ഓൺലി ഫോർ ഗേൾസ് ആൻഡ് 50% മാർക്ക് ഷുഡ് ബി ദർ ഇൻ പ്രീവിയസ് ഇയർ കോഴ്സസ്. അൺഎയ്ഡഡ് കോഴ്സിലെ മെറിറ്റ് സീറ്റിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ എമൗണ്ട് UGക്ക് 5,000 PGക്ക് 6,000 ആണ്. ഹോസ്റ്റലർ ആണെങ്കിൽ 13,000 വലിയ എമൗണ്ട് ആണ്. അത് ഹോസ്റ്റലർ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PG തലത്തിലുള്ള ഒരു സ്കോളർഷിപ്പാണ് ആസ്പയർ. ആസ്പയർ എന്ന് പറയുന്നത് ഇത് ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ്. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാം. PG സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഓർമ്മിക്കുക, MPhilഉം PhD ചെയ്യുമ്പോഴും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ ഗവൺമെന്റ് എയ്ഡഡ് ആൻഡ് സയൻസ് കോളേജ്. ഇന്റേൺഷിപ്പ് 1 month ഫോർ PG സ്റ്റുഡൻസ്, MA MSc ഫോർ 1 month ആൻഡ് MPhil സ്റ്റുഡൻസ് ആണെങ്കിൽ 2 months ആൻഡ് PhD ഫോർ 4 months. അപ്പോൾ ഇതില് 55% മാർക്ക് ഉണ്ടായിരിക്കണം പ്രീവിയസ്ലി, 75% അറ്റൻഡൻസും ഫസ്റ്റ് ഇയറിന് ഉണ്ടായിരിക്കണം. എമൗണ്ട് 8,000 if you are doing internship in inside the state, 8,000 you get, and 10,000 you get if you are doing internship outside the state. ആൻഡ് കേരള സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസിനാണ്, PG സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. യു ക്യാൻ സീ ഇറ്റ് ഹിയർ. ഇനി നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്താൽ അതിന്റെ പ്രിന്റ് ഔട്ട്, ഫോട്ടോ അറ്റാച്ച് ചെയ്ത പ്രിന്റ് ഔട്ട്, ജനറൽ ആണ് ഇത്. SSLC +2 ആൻഡ് ഫോർ ഡിഗ്രി സ്റ്റുഡൻസ്. അതേപോലെ ഡിഗ്രി ബേസ്ഡ് ആണെങ്കിൽ SSLC ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് ആൻഡ് കമ്മ്യൂണിറ്റി നാറ്റിവിറ്റി ആൻഡ് ഇൻകം. ഹോസ്റ്റലേഴ്സ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ഹോസ്റ്റലർ സർട്ടിഫിക്കറ്റ്, ഇത് മുസ്ലിം ഗേൾസിന് മാത്രമാണ്. പിന്നെ ഞാൻ ഈ പ്രസന്റേഷനിൽ കാണിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ചേഞ്ച് ചെയ്യാം. ഈ ഒരു സമയത്തുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ. ഓരോ അപ്ഡേറ്റ്സിനും ഞാൻ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക, മൈനർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മേജർ അക്കൗണ്ട് ആക്കി മാറ്റുക. അപ്പോൾ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാം. പക്ഷേ സെലക്ടഡ് ആയാൽ ഒരു സ്കോളർഷിപ്പ് മാത്രമേ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ഇൻ സ്പെഷ്യൽ കേസസ്, നമ്മൾ മെൻഷൻ ചെയ്ത കേസസിൽ അത് എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് PSMO എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്നും ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.